നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. വളരെ സാധാരണ ഒരു കുടുംബത്തിൽ ജനിച്ച് ഒരു സാധാരണക്കാരനായ ഒരു കൂലിപ്പണിക്കാരൻ്റെ മകനായി കരിയറൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഒരു സാധാരണ ഒരു ഓട്ടോമൊബൈൽ ഡീലർഷിപ്പിൽ വെറും ഒരു 7,500 രൂപ ശമ്പളത്തിന് ജോലി ചെയ്ത വ്യക്തി ഇന്ന് ഒരുപക്ഷെ നമ്മളെല്ലാവരും കൊതിക്കുന്ന ഒരു മെർസിഡീസ് കാറിൻ്റെ പ്രൗഡ് ഓണറായിട്ട് മാറിയിരിക്കുന്നു. സ്വപ്നങ്ങൾ ഉള്ളപ്പോഴാണ് നമുക്ക് ശരിക്കും ജീവിക്കണം എന്നുള്ളൊരു വലിയൊരു ചിന്ത നമ്മളുണ്ടാവുന്നത്. ഇത് ശരിക്കും ഒരു മെർസിഡീസ് ഡ്രീം ചെയ്യും. ബെൻസ് എന്ന് പറയുന്ന ഒരു എംബ്ലം അല്ലെങ്കിൽ ആ ഒരു സിഗ്നേച്ചർ നമുക്ക് ഒരിക്കലും എന്താ പറയുക ചിന്തിക്കാൻ പോലും നമുക്ക് സാധിക്കില്ല. അത് കാണാനുള്ള ആ സ്വപ്നം കാണാനുള്ള ഒരു വലിയ കരുത്ത് നമുക്ക് തരുന്നുണ്ട്. സ്വപ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട്. മെർസിഡസ് ആണെങ്കിലും BMW ആണെങ്കിലും സ്വപ്നങ്ങളില്ലാത്ത ആരും ഉണ്ടാകില്ല. ഈ ബെൻസ് എടുക്കുന്ന കാര്യം പറഞ്ഞപ്പോഴേ സുഹൃത്തുക്കളും അല്ലെങ്കിൽ വീട്ടുകാരും ബാക്കിയുള്ളവരൊക്കെ എന്തായിരിക്കും ആദ്യം പറഞ്ഞത് ഒരു 1.5 തള്ളല്ലേ. എനിക്ക് പേഴ്സണലി വലിയ അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണ്. കാരണം ആളുകൾ മൊത്തം നെഗറ്റീവ് പറയുമ്പോഴും എൻ്റെ ഉള്ളിൽ അത് നെഗറ്റീവ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഏറ്റവും കൂടുതൽ യുവാക്കളും സ്ത്രീകളും ആയിരിക്കും ഇതിനകത്ത് അടിച്ചു കയറി വലിയൊരു റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി. പക്ഷേ ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കുറച്ചാളുകൾക്ക് മാത്രം ഇങ്ങനെ പറ്റുന്ന പരിപാടി. ഒരു 156 കിലോമീറ്റർ കണ്ണൂരിലേക്കും 222 കിലോമീറ്റർ എറണാകുളത്തേക്കും ചൂണ്ടിക്കാണിക്കുന്ന അവസരമായിരുന്നു. നിങ്ങൾ ഇപ്പൊ കാണുന്നത് നമ്മുടെ മെർസിഡസ് ബെൻസ് എടുത്തു അല്ലെങ്കിൽ സാർ BMW എടുത്തതാണ്. പക്ഷെ അതിന്റെ പിന്നിലുള്ള പെയിൻ ഇവർ കാണുന്നില്ല. ഇവിടെ ആളുകൾ അപ്പുറത്തെ വീട്ടിലെ ശശി കാർ എടുത്തു, അപ്പുറത്തെ വീട്ടിൽ ബിജു കാർ എടുത്തു, അതുകൊണ്ട് എനിക്കും കാർ കിട്ടും എന്നൊരു കോൺസെപ്റ്റാണ്. അതിന് ജോലി ചെയ്യുകയാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റും എൻ്റെ 80 കൊല്ലം കൊണ്ടോ ഞാനൊരു 7,500 സാലറി ആണെങ്കിൽ എൻ്റെ 80 ജന്മം കൊണ്ടോ എനിക്ക് ലഭിക്കാത്തതാണ് എനിക്കൊരു 8 വർഷം കൊണ്ട് കിട്ടിയത്. പക്ഷെ എനിക്കൊരു ഹെലികോപ്റ്റർ സ്വന്തമാക്കുക എന്നുള്ളത് എൻ്റെ വലിയൊരു ഡ്രീമാണ്. കാരണം എനിക്കറിയില്ല ഇതൊരു ഡീസലാണോ എന്താ പറയുക പെട്രോളാണോ അടിക്കേണ്ടത്, എവിടെ ഇറക്കേണ്ടത് ഒന്നും അറിയില്ല. എന്നോട് ചോദിച്ചിട്ടുണ്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ രണ്ടുപേരുടെ കയ്യിൽ പൈസ ഇല്ല. എന്നോട് ചിന്ത ചെയ്യണം. അന്ന് ഞങ്ങളുടെ കയ്യിൽ വൈറ്റ് പേൾ സോപ്പ് ഉണ്ട് ബാഗിനകത്ത്. അത് എടുത്തൊരു ഷോപ്പിൽ വിറ്റിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ച സമയം ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ഞാൻ ജിതുവിനെ പരിചയപ്പെട്ട കാലം മുതൽ എപ്പോഴും ഞാൻ വാച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്. ജിതുവിന്റെ എനർജി ലെവൽ എന്ന് പറയുന്നത് അത് ശരിക്കും അടിപൊളിയാണ്.